ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഫുട്ബോളിന് വേണ്ടിയിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരുന്നതിൽ യാതൊരു പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വരട്ടെ, ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരെ ഇങ്ങോട്ടേക്ക് വരണം, ക്ലബുകളുടെ ബഡ്ജറ്റ് കൂടണം, പിന്നെ ഈ ഫോറിൻ പ്ലേയേഴ്സിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ മാറണം. ഈ പറയുന്ന 6 പ്ലേയേഴ്സിനെ മാത്രമേ സൈൻ ചെയ്യാവൂ എന്നൊക്കെയുള്ള സാധനം മാറ്റൂ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഒക്കെ കുറച്ചുകൂടെ ഫ്രീ ആക്കൂ. എന്നിട്ട് കുറച്ച് എന്റെ ഒരു പ്ലാൻ ഇതാണ്, കുറച്ച് എന്താ പറയാ ഫെമിലിയർ ഫേസസ് ISLലേക്ക് വരട്ടെ. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് വന്നാൽ തന്നെ ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സംഭവമാണ്. അവർക്ക് ഫെമിലിയർ ഫേസസ് ഉണ്ടെങ്കിൽ അവര് ഇച്ചിരി ഹാപ്പിയാണ്. എന്തിനാ നമ്മൾ ഈ ഇലക്ഷൻ ഒക്കെ തന്നെ നോക്കിയാൽ പറയും, സിനിമാ നടന്മാരെ കൊണ്ടുവന്ന് വോട്ടിന് നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഫെമിലിയർ ഫേസസിന് ഇവിടെ വലിയൊരു വാല്യൂ ഉണ്ട്. അപ്പൊ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് വരണം. അപ്പം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന ആളുകളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് മാത്രം വന്നാൽ പോരാ, അതേപോലുള്ള ക്വാളിറ്റിയും കൂടി വരികയാണെങ്കിൽ നമുക്കൊരു പക്ഷെ ISL വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഇവിടെ പലർക്കും സത്യം പറഞ്ഞാൽ ഫുട്ബോളിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. അതിന്റെ കാരണം മറ്റൊന്നുമില്ല, നമ്മളിപ്പോ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്വാളിറ്റി പ്ലേയേഴ്സ് വന്ന് കളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. സോ അവരൊന്നും ഈ പറയുന്ന പോലെ ആർക്കും അറിയുക പോലും ഇല്ല. ഇപ്പോ ഈ ഫെഡോർ എന്ന് പറയുന്നത് അറിയാലോ, ലിത്വാനിയയുടെ ക്യാപ്റ്റൻ ആണ്, അതായത് ഒരു യൂറോപ്യൻ കൺട്രിയുടെ ക്യാപ്റ്റൻ. ആളിവിടെ വന്ന് കളിച്ചു. അതേപോലെ ഇവാൻ കലൂഷ്നി കരണ്ട് ഉക്രൈന്റെ നാഷണൽ സ്ക്വാഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഒക്കെ ഇവിടെ വന്ന് കളിച്ചു. പക്ഷെ ഇവരൊക്കെ ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല്ലു ഒഴിഞ്ഞ സിംഹങ്ങളെയാണ് ISL കൊണ്ടുവരുന്നത്, ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത്, ഓടാൻ വയ്യാത്തവരെയാണ് എന്നൊക്കെ കാണാതെ പറയുന്നതാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഫുട്ബോളിലേക്ക് തിരിച്ച് അല്ലെങ്കിൽ ISLലേക്ക് തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ അവരൊക്കെ സ്റ്റേഡിയത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഇനി പ്രയോഗിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ.